13-ാം ആഴ്ചയിൽ 4:30 വരെയുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സാണ് നമ്മളിപ്പോൾ പറയുന്നത് തികച്ചും അൺഒഫീഷ്യൽ പോളാണ്. നിലവിൽ 7 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഈ 7 പേരും നമ്മൾ നൂറ സേവ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലിയുടെ നൂറ സേവ്ഡ് ആണ്. നിലവിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ അനീഷ് തന്നെയാണ്. 58,262 വോട്ടുകളുമായിട്ട് അനീഷ് തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. തൊട്ട് പുറയത്തിന് അനുമോളുണ്ട്. 57,628 വോട്ടുകളുമായിട്ട് അനുമോളാണ് തൊട്ട് പുറയിൽ. അനീഷോട് ഇഞ്ചോട് പോരാട്ടം നടത്തുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഷാനവാസാണ്. 52,383 വോട്ടുകളുമായിട്ട് ഷാനവാസാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നിലവിൽ വോട്ടിങ്ങിൽ യാതൊരു മാറ്റവുമില്ല. നേരത്തെ ആദിലയായിരുന്നു വന്നിരിക്കുന്നത്, ഇപ്പോൾ ഷാനവാസാണ് നിൽക്കുന്നത്. നാലാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ആദിലാണ്. 48,262 വോട്ടുകളുമായിട്ട് ആദിലാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് നമ്മുടെ നെവിനാണ്. 43,629 വോട്ടുകളുമായിട്ട് നെവിനാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത്. നെവിൻ ഇപ്പം നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആഴ്ചത്തെ പെർഫോമൻസ് ബേസാണെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ആറാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന അക്ബറാണ്. 40,250 വോട്ടുകളുമായിട്ട് അക്ബറാണ് ആറാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം യാതൊരു വോട്ടിംഗ് മാറ്റവും ഇല്ലാണ്ട് നമ്മുടെ സാബുമാൻ തന്നെയാണ് നിൽക്കുന്നത്. 38,269 വോട്ടുകളുമായിട്ട് സാബുമാനാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഏറ്റവും അവസാനം നിൽക്കുന്നത്. നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ, സാബുമാൻ, നെവിൻ. ഇവരിൽ ആര് വേണമെങ്കിലും പോകാം. പക്ഷേ എന്നാലും ഈ ആഴ്ച പോകാൻ സാധ്യത കൂടുതലുള്ളൊരു കണ്ടസ്റ്റൻസ് സാബുമാൻ തന്നെയാണ്. സാബുമാൻ ചിലപ്പോൾ അക്ബർ പോകാം, പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഈ ആഴ്ച പോകാൻ സാധ്യത എനിക്ക് തോന്നുന്നു നമ്മുടെ സാബുമാൻ തന്നെയായിരിക്കും. അതായത് നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.